ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടം വിശദീകരിച്ച വിദേശകാര്യ മന്ത്രാലയം ഭാരതീയ സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും തക്ക സമയത്ത് മറുപടി നൽകാൻ ഭാരതത്തിന് സാധിച്ചെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. പാകിസ്ഥാൻ 15 ഇടങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒരുപക്ഷെ ഇനിയും കനത്ത പ്രഹരം തന്നെയാണ് പാകിസ്ഥാന് കാത്തിരിക്കുന്നത്. ആ ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, തീർച്ചയായും ഭാരതം നടത്തിയിട്ടുള്ള നടപടികൾ സംബന്ധിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രകോപനം സംബന്ധിച്ചും സൈനിക വൃത്തങ്ങളും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും വിശദീകരിക്കുകയുണ്ടായി. ഒപ്പം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യ ഇത്തരം പ്രവർത്തനങ്ങളും നടപടികളും നിയന്ത്രണ വിധേയമായി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഓർമ്മിപ്പിക്കൽ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി സൈന്യവും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും വിക്രം മിശ്രയും തന്റെ വാക്കുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക താവളങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണത്തിന് ശ്രമിച്ചു. ജമ്മുവിലെയും കശ്മീരിലെയും കൂടാതെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗുജറാത്ത് തീരങ്ങളിലെയും നഗരങ്ങളും ഒപ്പം സൈനിക താവളങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും എത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ വളരെ ഫലപ്രദമായി വളരെ വിജയകരമായി പാകിസ്ഥാന്റെ ആക്രമണം പ്രതിരോധിച്ചു. പാകിസ്ഥാന്റെ ഒരു മിസൈൽ പോലും ഭാരതത്തിന്റെ മണ്ണിൽ വീഴാതെ കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് റഷ്യൻ സംവിധാനമായിട്ടുള്ള S-400 ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രതിരോധം നടത്തി. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയും പാകിസ്ഥാന്റെ മണ്ണിൽ നടത്തിയിട്ടുണ്ട്. ലാഹോറിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലും ഒപ്പം സൈനിക കേന്ദ്രങ്ങളിലും അതിശക്തമായ തിരിച്ചടി ഭാരതം നടത്തി എന്നുള്ളതാണ് വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായി തകർന്നടിഞ്ഞിട്ടുള്ള പാകിസ്ഥാന്റെയും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതത്തെ ആക്രമിക്കാൻ ആദ്യം ശ്രമിച്ചത് പാകിസ്ഥാനാണ്. കാരണം ഭാരതം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ലക്ഷ്യമിട്ടത് ഭീകരശക്തികളെ മാത്രമാണ്. ആ കാര്യം ഒരിക്കൽ കൂടി വിക്രം മിശ്രി എടുത്തു പറയുകയും ചെയ്തു. ഭാരതത്തിന്റെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ്. പിന്നീട് പ്രകോപനം ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്താണ്. അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ ഭാരതം നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലയിലും അല്ലാതെയും സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നതെന്നും നടപടികൾ നിയന്ത്രണ വിധേയമാകണമെന്ന് ഭാരതം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രകോപനമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതുമാണ് വിക്രം മിശ്രയും ഒപ്പം സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഉൾപ്പെടെയുള്ള സൈനിക വക്താക്കളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വളരെ കൃത്യമായ നിലപാടാണ് ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. ഈ സൈനിക നടപടികൾക്കെല്ലാം കാരണമായിട്ടുള്ളത് പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകര പ്രവർത്തനമാണ്. ഈ ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാകില്ല. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRFന് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആയുധ പരിശീലനവും സഹായവും ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പാകിസ്ഥാന് പിന്തിരിയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടിയും വിക്രം മിശ്രി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഒരു തുറന്ന യുദ്ധസമാനമായിട്ടുള്ള സംഘർഷത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇത്തരത്തിൽ ആളില്ലാത്ത മിസൈലുകളും ഡ്രോണുകൾക്കും അപ്പുറത്തേക്ക് കര അതിർത്തിയിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സൈനിക വക്താക്കളുടെ വാക്കുകളിലും വ്യക്തമായിരുന്നു. ഉറി കൂടാതെ ബാരാമുള്ള, പൂഞ്ച്, കുപ്വാര സെക്ടറുകളിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു. മോട്ടാർ ഷെല്ലുകളും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പും അതിശക്തമായിട്ടുള്ള അക്രമവും ഉണ്ടായിട്ടുണ്ട്. അതിന് കനത്ത തിരിച്ചടിയും പ്രത്യാക്രമണവും ഭാരതം നടത്തുന്നുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഉറി, കുപ്വാര, ബാരാമുള്ള മേഖലകളിൽ യുദ്ധസമാനമായിട്ടുള്ള വെടിവെപ്പ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു തുറന്ന യുദ്ധ സാഹചര്യത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും കടക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. പക്ഷേ ഭാരതത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. നിലവിൽ 2 തിരിച്ചടികളും നൽകിയിട്ടുള്ളത്. ഒന്ന് ഭീകരവാദ ശക്തികൾക്കും ഒപ്പം കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള രാജ്യത്തെ 15 സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് സൈനിക താവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ലക്ഷ്യം
വെച്ചുകൊണ്ട് മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാനും കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. പക്ഷേ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം ഏറ്റവും ഒടുവിൽ വിക്രം മിശ്രയുടെയും വാക്കുകളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആദ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത്. ആ സമയത്ത് സൈനിക താവളങ്ങൾ, പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാനോ ഏതെങ്കിലും തരത്തിൽ ജനവാസ കേന്ദ്രത്തെ ആക്രമിക്കാനോ ഭാരതത്തിന്റെ സൈന്യം ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഭീകരതയുടെ നടുവടിക്കുന്ന പ്രത്യാക്രമണം ഭാരതം നടത്തിയപ്പോൾ അതിന് തിരിച്ചടിക്കാൻ അതിർത്തിയിലും ഒപ്പം ഇത്തരത്തിൽ മിസൈലുകൾ അയച്ചും മുൻപന്തിയിലേക്ക് വന്നിട്ടുള്ളത് പാകിസ്ഥാന്റെ സൈന്യവും പാകിസ്ഥാന്റെ ഭരണകൂടവുമാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഇന്ന് പുലർച്ചെയും രാവിലെയുമായി ലാഹോറിലെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ഒപ്പം റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെ ആളില്ലാ വിമാനത്തിന്റെയും ഡ്രോണിന്റെയും ആക്രമണം നടത്തിയിട്ടുള്ളത്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്നുള്ളത് പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിലായി റാവൽപിണ്ടിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെയായി 25-ലധികം അക്രമങ്ങൾ, അത് ഡ്രോണും ആളില്ലാ വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഭാരതം ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയുമായി ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഇസ്ലാമാബാദിൽ മാത്രം 7 സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ അത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കാൽപ്പ് മിസൈലുകളാണ് ഭീകര ശക്തി കേന്ദ്രങ്ങളിലേക്ക് അയച്ചിരുന്നതെങ്കിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിന് മറുപടി നൽകുമ്പോൾ ഡ്രോണും ഒപ്പം ആളില്ലാ വിമാനങ്ങളും ആദ്യം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം, ചൈനയുടെ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുന്നു. അതിനുശേഷം റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെ ഡ്രോൺ ആക്രമണം ഭാരതം നടത്തിക്കൊണ്ട് ഇനിയൊരു തിരിച്ചടിക്കും പ്രകോപനത്തിനും പാകിസ്ഥാനോ പാകിസ്ഥാൻ ഭരണകൂടമോ സൈന്യമോ ഭീകരശക്തികളോ ഇറങ്ങിയാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന സന്ദേശവും ഇപ്പോൾ ഭാരതം നൽകിയിട്ടുണ്ട്. ശരി, ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.